ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന യുഎസ് സന്ദർശനത്തിന് ഈ മാസം 21-ന് തുടക്കമാകും. ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ നടക്കുന്ന 4ാമത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 23-ന് ന്യൂയോർക്കിലെ യുഎൻ പൊതുസഭയിൽ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന പരിപാടിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024-ന് തുടക്കമായി. ശുചിത്വ ക്യാമ്പയിനായുള്ള പ്രഖ്യാപനം ഒരു ദശാബ്ദത്തിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പായി മാറിയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്നതാണ് സ്വച്ഛതാ ഹി സേവ അഭിയാന്റെ പ്രമേയം. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 23 ലക്ഷത്തിലേറെ പേർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 24 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 219 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2019-ൽ ജമ്മുകാശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത്. ഡൽഹി മുഖ്യമന്ത്രിയാകാൻ അവകാശവാദമുന്നയിച്ച ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അതിഷി മർലേന ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ സന്ദർശിച്ചാണ് അതിഷി അവകാശവാദമുന്നയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രാജിവച്ച പശ്ചാത്തലത്തിലാണിത്. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുതുതായി 80 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 50 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. നിലവിൽ ആകെ 255 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വയനാട്ടിൽ ഈ വർഷം ട്രൈബൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. എന്റെ കേരളം എന്നും സുന്ദരം പ്രചാരണ വീഡിയോ മാനന്തവാടി പഴശ്ശി പാർക്കിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരികൾക്ക് ആശങ്കയില്ലാതെ വയനാട്ടിലേക്ക് വരാമെന്ന് മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരും. നിലവിൽ പ്രദേശവാസികൾക്ക് അവരുടെ സാധന സാമഗ്രികൾ എടുക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കായും മാത്രമേ പ്രവേശനമുള്ളൂ. വിനോദസഞ്ചാരികൾ ദുരന്തമേഖല സന്ദർശിക്കുന്നതും അനുവദിക്കില്ല. വയനാട് ദുരന്തബാധിതർക്ക് ലഭിക്കാനിടയുള്ള കേന്ദ്ര സഹായം തകർക്കുന്ന വിധം വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. സംസ്ഥാനത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. മുൻഗണനാ വിഭാഗങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നാളെ പുനരാരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ ഈ മാസം 24 വരെ മസ്റ്ററിംഗ് നടക്കും. 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് എക്കോണമി മിഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ തൃശൂരിൽ നാളെ പുലികളി അരങ്ങേറും. അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഓരോ ദേശങ്ങളും. ഇത്തവണ 7 സംഘങ്ങളാണുള്ളത്. പുലികളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി എന്ന സുനിൽ എൻഎസിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. 7.5 വർഷത്തിന് ശേഷമാണ് ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീടം നിലനിർത്തി ഇന്ത്യ. ആതിഥേയരായ ചൈനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ 5ാം കിരീട നേട്ടം. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഫൈനലിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ സെമി ഫൈനലിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെ 18 റൺസിന് പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 90 പോയിന്റ് ഉയർന്ന് 83,079-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 34 പോയിന്റ് നേട്ടത്തിൽ 25,418-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 6,865 രൂപയും പവന് 54,920 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമറിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 226 ആയി. ഒരാഴ്ചയ്ക്കിടെ 70-ലധികം പേരെ കാണാതായിട്ടുണ്ട്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.